വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് വില. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും എനിക്ക് ആനിവേഴ്സറി വിഷസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ ഫോർ ദ വിഷസ് ആൻഡ് ദ പ്രേയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഞാൻ ലൈറ്റ് കളർ കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് അത് എല്ലാം കൂടി നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാം. അതൊരു 3 ടൈംസ് എങ്കിലും അരിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി. എന്നിട്ട് അത് സൈഡാക്കി വെക്കുക. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിൽ പോവാം. അതിന് വേണ്ടിയിട്ട് 4 എഗ്ഗാണ് എടുത്തേക്കുന്നത്. അതിൽ എഗ് യോക്കും എഗ് വൈറ്റും ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് എഗ് വൈറ്റ് ഹൈ സ്പീഡിൽ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല വൈറ്റ് കളർ ഫ്ലഫി പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1 കപ്പ് ഷുഗറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഷുഗർ നമുക്കത് ഗ്രാജുവലി പതുക്കനെ അത് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഷുഗറൊക്കെ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു 1 സ്പൂണ് വെനില എസൻസ് ആണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇനി എഗ് യോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 4 എഗ് യോക്കാണ് എടുത്തേക്കുന്നത്. അത് 1 by 1 ആയിട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കണത് നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇതിൽ തന്നെ എല്ലാം കൂടിയിട്ട് അങ്ങ് 4 എഗ് യോക്കും കൂടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മിക്സ് ആവില്ല. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണ്ടേ, അത് കാരണമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഫുള്ള് ഞാൻ നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ സൈഡായിട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു ഗ്ലാസ്സിൽ ഞാൻ 1/4 കപ്പ് പാല്, നോർമൽ ടെമ്പറേച്ചർ പാൽ, റൂം ടെമ്പറേച്ചർ പാലാണ്, അതിലോട്ട് 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 1 സ്പൂൺ, ഞാനൊന്നൊരു 1.5 സ്പൂണ് റെഡ് കളർ ഫുഡ് കളറാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. നല്ല ഡാർക്ക് ജെൽ കളറാണെങ്കിൽ ഒരു 1 സ്പൂണ് മതിയാവും. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ മിക്സൊക്കെ ചെയ്ത് നല്ല കളറായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിൽ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ചായിട്ടൊക്കെ മിക്സ് ചെയ്ത് ഫോൾഡിങ് മെത്തേഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായിട്ടോ, സോറി. അപ്പോൾ ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കളറ് ഞാൻ കുറച്ചായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറച്ചായിട്ട് അതിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് ആദ്യം നമുക്കൊരു ലൈറ്റ് പിങ്ക് കളറായിട്ടൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് അത് എല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നല്ല റെഡ് കളറ്, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കളറ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കളർ പതുക്കനെ ആയിട്ട് നല്ല ബ്രൈറ്റ് കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ കളറ് നല്ല ബ്രൈറ്റ് റെഡ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് മെത്തേഡ് നമ്മുടെ വിനേഗറും ബേക്കിംഗ് സോഡയും കൂടി ഉള്ളതാണ്. അപ്പോൾ 1 ടീസ്പൂൺ വിനേഗറും പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് പെട്ടെന്ന് പത വരാൻ തുടങ്ങും. എന്നിട്ട് നമ്മളത് അപ്പോൾ തന്നെ ആ ബാറ്ററിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കരുത്. നമ്മൾ ഈ വിനേഗറും ബേക്കിംഗ് സോഡയുടെ മിക്സ്ചർ എടുത്തത് ആ ഒരു വെൽവെറ്റ് കേക്കിൻ്റെ ടെക്സ്ചർ നല്ലതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുമേ. ഇനി പാനൊക്കെ എടുത്ത് ഞാൻ നല്ലോണം ബട്ടറൊക്കെ ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ബട്ടർ പേപ്പറും ഒക്കെ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ ബാറ്ററൊക്കെ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. എൻ്റെ കേക്കിൻ്റെ ടിന്ന് കുറച്ച് ചെറുതായിരുന്നു, അത് കഴിഞ്ഞ് 2 തവണയായിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ ഞാൻ കടായിലാണ് ഉണ്ടാക്കുന്നത്. 10 മിനിറ്റ് മുമ്പ് തന്നെ ഞാനത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു റിങ്ങും കൂടി വെച്ചിട്ടാണ്. റിങ് ഇല്ലെങ്കിൽ ഒരു ബൗൾ എന്തെങ്കിലും വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ 30 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ലോ ഫ്ലെയിമിലാണ്.
അപ്പോൾ ആ ഒരു 35 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് ഇട്ടിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇതാ ഒന്നും ഒട്ടണമൊന്നുമില്ല, നമ്മുടെ ഇത് നല്ല പെർഫെക്റ്റ്ലി ഡൺ ആണ്. അപ്പോൾ ഇനി ഇത് ഞാൻ ഒരു മണിക്കൂർ നല്ല തണുക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂൾ ഡൗൺ ആവാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതാ ബട്ടർ പേപ്പറൊക്കെ ഞാൻ അതിന്ന് നല്ലോണം ഊരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ 2 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഐസിങ് ശരിയാക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ കേക്കൊക്കെ ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ലെയർ കട്ടിങ് ഞാൻ സിമ്പിൾ മെത്തേഡിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാൻ ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ചെത്തി എടുത്തിട്ടേ ഉള്ളൂ. അത് ഇതേപോലെ ചെത്തി എടുത്തിട്ടേ ഉള്ളൂ. അതൊരു ക്രംസ് ആക്കിയിട്ട് ലാസ്റ്റിൽ ഡെക്കറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെത്തി എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഐസിങ് സ്റ്റാർട്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മെക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മെക്ടോപ്പ് നല്ല ഒരു ബ്രാൻഡാണ് കേട്ടോ, നമ്മുടെ UAE-യിലൊക്കെ നല്ല ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ ഹൈ സ്പീഡിൽ ഇത് നല്ലോണം ബീറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് ആയി വരുന്ന കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അപ്സൈഡ് ഡൗൺ, ആ പാത്രം അപ്സൈഡ് ഡൗൺ ചെയ്താൽ ആ വിപ്പ് ക്രീം താഴെ വീഴാൻ പാടില്ല. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടോ, ഞാനിത് എടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് തീരെ ഡ്രോപ്പ് വീഴൂല. അപ്പോൾ നമ്മുടെ ആ വിപ്പ് ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റൗണ്ട് നമ്മുടെ സർക്കിൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് വിപ്പ് ക്രീം തേച്ചിട്ടുണ്ട്. അത് തേക്കുന്നത് നമ്മൾ കേക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് സ്ലിപ്പ് ആവാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ ഷുഗർ സിറപ്പാണ് അതിൻ്റെ മുകളിലോട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഷുഗർ സിറപ്പ് എല്ലാം ലെയറിൽ ഇതേപോലെ യൂസ് ചെയ്യുക. നമ്മൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യണത് ഒരു ജ്യൂസി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ചെയ്യും, നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കും ചെയ്യും കേക്കൊക്കെ. അപ്പോൾ നമുക്ക് ഞാൻ ഐസിങ് ബാഗിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ലെയർ ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. സെക്കൻഡ് ലെയർ ഞാൻ വെച്ചു. അതിലോട്ട് ഞാൻ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഐസിങ്ങും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഐസിങ് അതിലും ചെയ്തു ഞാൻ. എന്നിട്ട് തേർഡ് ലെയറും വെക്കുവാണ്. ഇതിലോട്ടും സെയിം നമ്മൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് ഫുള്ള് ഐസിങ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ആണ് സെക്കൻഡ് ഐസിങ് ഞാൻ ചെയ്തത് കേട്ടോ. എന്നിട്ട് ഞാൻ ബ്രെഡിൻ്റെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ക്രംസൊക്കെ നല്ല ഒരു ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്രംസൊക്കെ റെഡി ആയിട്ട് മിഡിലൊരു ഹാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ റെഡ് വെൽവെറ്റ് കേക്ക്, നല്ല ജ്യൂസി റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഈസി ആൻഡ് സിമ്പിളാണ് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരെ വിട പറയുന്നു. ബൈ, സീ യു, ടാറ്റാ.